നമസ്തേ. പൂജനീയ ജൂന അഖാഡ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജ് സ്വാമികൾക്ക് സ്വീകരണം നൽകി വിശ്വ ഹിന്ദു പരിഷത്ത്. കലൂർ പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന കാര്യാലയത്തിൽ നടന്ന സ്വീകരണത്തിൽ പാവക്കുളം ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ എഴീക്കോട് കൃഷ്ണദാസ് നമ്പൂതിരി പൂർണ്ണ കുംഭം നൽകി മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജിനെ സ്വീകരിച്ചു. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് VR രാജശേഖരൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, സംസ്ഥാന ട്രഷറർ V ശ്രീകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ നടന്ന അനുഗ്രഹ പ്രഭാഷണ സദസ്സിൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ സ്വാഗതം പറഞ്ഞു. സനാതനധർമ്മ വിശ്വാസികൾക്ക് ഈ ഒരു ഭൂമി മാത്രമേ ഉള്ളൂ എന്നും അത് കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കണമെന്നും അഡ്വക്കേറ്റ് അനിൽ വിളയിൽ അഭിപ്രായപ്പെട്ടു. നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ഈ പുണ്യഭൂമിയിൽ, ഈ ലോകത്ത് നമുക്ക് ഈ പ്രകാരം വിളക്ക് കത്തിക്കാനും പ്രാർത്ഥിക്കാനും പൊട്ടുതൊടാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യവും അവകാശമുള്ള ഒരു പിടി മണ്ണുണ്ടെങ്കിൽ ഈ ഭാരതാംബയുടെ മണ്ണാണ്. നമുക്ക് ഇവിടെ നിന്ന് പലായനം ചെയ്തുകൊണ്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയാൽ നമ്മളെ സ്വീകരിക്കാൻ ആരുമേ ഇല്ല. മറ്റു മതവിഭാഗങ്ങൾക്ക് അതല്ല. അവരെ ഇരു കൈയിൽ നീട്ട് സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ധാരാളം രാഷ്ട്രങ്ങളുണ്ട്. പാകിസ്ഥാനിൽ രക്ഷപ്പെട്ട ബംഗ്ലാദേശ് സ്വീകരിക്കും, ഇറാൻ സ്വീകരിക്കും, ഇറാഖ് സ്വീകരിക്കും, സിറിയ സ്വീകരിക്കും. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റലി വിട്ടാൽ വത്തിക്കാൻ സ്വീകരിക്കും, ജർമ്മനി സ്വീകരിക്കും, അമേരിക്ക സ്വീകരിക്കും. പക്ഷേ ഈ ഭാരതാംബയുടെ മണ്ണിൽ നിന്ന് ഈ സനാതനധർമ്മ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പുണ്യഭൂമി മാത്രമേ നമുക്ക് സ്വന്തമായിട്ടുള്ളൂ. ഈ അമ്മയെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ആ ധർമ്മ സംരക്ഷണാർത്ഥം, ആ ധർമ്മത്തിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി വേദങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ആയുധമെടുത്ത് പോരാടണമെന്നും പഠിപ്പിച്ചിട്ടുള്ള അഖാഡ സമ്പ്രദായത്തിന്റെ ഏറ്റവും മുതിർന്ന മഹാമണ്ഡലേശ്വരായി മാറാൻ ഈ സന്യാസി ശ്രേഷ്ഠന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രണാമം അർപ്പിക്കണം. ഇനി അദ്ദേഹത്തിന്റെ കൂട്ടുള്ള ധീരരായ വ്യക്തിത്വങ്ങളാണ് ഈ സനാതന ധർമ്മത്തെ നയിക്കേണ്ടത്. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ട്രഷറർ V ശ്രീകുമാർ സന്നിഹിതനായി. സന്യാസികളെ പൂജിക്കുന്നത് ഈശ്വരനെ പൂജിക്കുന്നതിന് സമാനമാണെന്നും നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഹിന്ദു സംസ്കാരത്തെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. സന്യാസിയെ പൂജിക്കുക എന്നുള്ളത് ഈശ്വരനെ പൂജിക്കുന്നതിന് സമമാണ്. മാതാപിതാ ഗുരു ദൈവം എന്നാണ്. മാതാവിലൂടെ നമ്മൾ പിതാവിനെ അറിയുന്നു, പിതാവിലൂടെ ലോകമറിയുന്നു, ഗുരുവിലൂടെയാണ് സത്യം അറിയുന്നത്. ആ സത്യമാണ് നമ്മെ ദൈവത്തിലേക്ക് നയിക്കുന്നത്. ഒരു ഗുരുത്വമില്ലായ്മ, ആ ഗുരുത്വം എന്ന് പറയുന്നത് ഗുരുവിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. ആ ഗുരുത്വമില്ലായ്മ പലപ്പോഴും നമ്മുടെ ഈ യുവതലമുറയെ തെറ്റായ വഴികളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ഇന്ന് വേണ്ടത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഗുരുവിനെ കണ്ടെത്തി ഗുരുവിൽ നിന്നും ദീക്ഷ വാങ്ങിക്കുക എന്നുള്ളതാണ്. ഓരോ വീട്ടിലും എല്ലാവരും, പ്രത്യേകിച്ചും നമ്മുടെ ഹിന്ദു സമാജത്തിലുള്ള എല്ലാവരും ദീക്ഷിതരാകണം. ഹൈന്ദവ ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത് ഹൈന്ദവ സമൂഹത്തിന്റെ കടമയാണെന്ന് ജൂന അഖാഡ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി പറഞ്ഞു. സനാതന ധാർമ്മിക ബലം വർദ്ധിപ്പിക്കാൻ ആ ധർമ്മത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണമെന്നും നിത്യജീവിതത്തിൽ സനാതന ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കാൻ നാം തയ്യാറാകണമെന്നും സനാതന ധർമ്മത്തെ എങ്ങനെ നിലനിർത്തണമെന്ന നമ്മുടെ ഋഷീശ്വരന്മാരുടെ പാത നമ്മൾ സ്വീകരിക്കണമെന്നും സ്വാമി അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു. ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് പറയുന്നുണ്ട്. ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം രക്ഷിക്കും. സനാതനമായിട്ടുള്ള ധർമ്മം എന്ന് പറയുമ്പോൾ ആ ധർമ്മത്തെ നമ്മൾ രക്ഷിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്. ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം രക്ഷിക്കും. അതെങ്ങനെയാണ് രക്ഷിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ ധർമ്മത്തെ രക്ഷിക്കുക? നമ്മൾ ധർമ്മത്തെ രക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ സാമൂഹികമായ ജീവിതത്തിൽ ഈ ധർമ്മത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്, ധാർമ്മികമായ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ്. ഈ ധർമ്മം അവഹേളിക്കപ്പെടുന്ന, ധർമ്മം അവമതിക്കപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന എല്ലാ സന്ദർഭങ്ങളിലും ധർമ്മത്തിന് വേണ്ടി നിലനിന്നുകൊണ്ടാണ്.
അങ്ങനെ നിലനിൽക്കുമ്പോൾ ആ ധർമ്മം എങ്ങനെയാണ് നമ്മളെ രക്ഷിക്കുക? ഓരോ സമയത്തും ഭഗവാൻ അധർമ്മത്തിൽ ഉയർന്നു വരുമ്പോൾ ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിനായി ഞാൻ അവതരിക്കുമെന്ന് പറയുന്നത് ബാഹ്യമായിട്ട് നിരവധി മഹാത്മാക്കളായിട്ട് അവതരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സച്ചിന്തയായി ഉയർന്ന ബോധമായി അവതരിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ പരാജയങ്ങൾ, തിരിച്ചടികൾ നേരിട്ട് തകർന്നു പോയ ആളുകളൊക്കെ വേണ്ട സമയത്ത് വേണ്ട ഒരു തീരുമാനം എടുക്കുന്നതിൽ പറ്റിയ പാളിച്ചകളാണ് പലപ്പോഴും വലിയ വലിയ ആളുകളെ പോലും തകർത്ത് കളയുന്നതെന്ന് കാണാം. വലിയ ബിസിനസ്സുകാരെ ആയിക്കോട്ടെ, ജീവിതത്തിലെ പല രീതിയിലുള്ളവരായിക്കോട്ടെ, ചില സന്ദർഭങ്ങളിൽ കൃത്യമായിട്ടുള്ളൊരു ചിന്ത വരാത്തത് കൊണ്ട്, കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്നതിൽ വന്ന പാളിച്ച കൊണ്ടാണ് എല്ലാം തകർന്നു പോകുന്നത്. അപ്പം ഈ ധർമ്മം നമ്മെ രക്ഷിക്കുക, ധർമ്മത്തെ രക്ഷിക്കുന്നവരെ ധർമ്മം രക്ഷിക്കുന്നു പറയുമ്പോൾ ഈ ധർമ്മം നമ്മളെ എങ്ങനെയാണ് രക്ഷിക്കുകയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും നമ്മളുടെ ഉള്ളിലിരുന്ന് ശരിയായ മാർഗദർശനം നൽകിക്കൊണ്ടാണ്. ചടങ്ങിൽ പാവക്കുളം മഹാദേവ ക്ഷേത്ര ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണ മേനോൻ നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജ് ഭക്തജനങ്ങൾക്ക് പ്രസാദം നൽകി അനുഗ്രഹിച്ചു.